പ്രത്യേകിച്ചും തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒരു ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന്റെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. കാരണം ഒരു ഉത്സവത്തിൻ്റെ പ്രതിച്ഛായയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ പൂരപ്പെരുമയുടെ പെരുന്തച്ച ഭൂമിയാണ് ഈ വടക്കനാഥൻ. ഇതൊരു ദേവഭൂമിയാണ്. എല്ലാ മാറ്റങ്ങളും സമൂഹത്തിലുണ്ടാവുന്നത് ദേവഭൂമിയിൽ നിന്നാണ്. വടക്കനാഥൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ശക്തമായ ഭരണത്തിൻ്റെ മണ്ണായിരുന്നു. ഈ തൃശ്ശൂരും സമീപ പ്രദേശങ്ങളുമെല്ലാം ഭരണത്തിൻ്റെ തകർച്ചയെ നേരിട്ടപ്പോൾ ശക്തൻ നമ്പുരാൻ്റെ ഭരണം കൊണ്ട് അതിശക്തമായ ഒരു കേന്ദ്രമായി തൃശ്ശൂർ മാറി. തൃശ്ശൂരിൻ്റെ സമീപ പ്രദേശങ്ങൾ മാറി. ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കേരളത്തെ താറുമാറാക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ കാലഘട്ടത്തിലും ജയിച്ച് ഈ തൃശ്ശൂരിന് വേണ്ടി ഒന്നും നൽകാതിരിക്കുമ്പോൾ വലിയ മാറ്റമുണ്ടാക്കാനുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ പ്രയത്നത്തിൻ്റെ വലിയ ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ലോകാരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജി തൃശ്ശൂരിലേക്ക് എത്തുന്നത്, ഈ ദേവഭൂമിയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും ഈ ദേവഭൂമിയിൽ എത്തുന്നത് സ്വീകരിക്കാൻ ജനലക്ഷങ്ങൾ അണിനിരക്കുകയാണ്. അത് ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. സമീപ ജില്ലയിൽ നിന്നൊക്കെ കുറച്ചേ വരുന്നുള്ളൂ. പക്ഷെ ഈ തൃശ്ശൂരിൽ നിന്നാണ് കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്താൻ പോകുന്നത്. മാത്രമല്ല, നിവേദിത സുബ്രഹ്മണ്യൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അവരുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്നു. ഏതാണ്ട് എല്ലാവരും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വലിയ മാറ്റം രാഷ്ട്രീയമായി ഉണ്ടാവുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചിരുന്നത്, പത്രക്കാർ ചോദിച്ചിരുന്നത് തൃശ്ശൂർ എടുക്കുമോ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അത്ര ആത്മവിശ്വാസമാണ്. അതായത് ഈ സുരേഷ് ഗോപി തന്നെയായിരിക്കും. സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കളുടെ ഈ തൃശ്ശൂർ കൊടുക്കുമെന്ന് പറയുമ്പോഴും തൃശ്ശൂർ എടുക്കുമെന്ന് പറയുമ്പോഴും നമുക്ക് ആ രീതിയിൽ കൂടി ഒരു വ്യാഖ്യാനം അതിനകത്ത് ഇല്ലേ? ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ്. പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനങ്ങൾ തീരുമാനിച്ചു ആരാണ് സ്ഥാനാർത്ഥിയെന്ന്. പാർട്ടി തീരുമാനിച്ചതില്ല, പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്, സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഏത് സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനങ്ങൾ ഇന്ന് കൂടുതൽ പ്രഖ്യാപനത്തോടുകൂടി രംഗത്ത് വരാൻ പോവുകയാണ്. ഏതാ സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തൃശ്ശൂരിൽ സാധാരണ ഇവിടുത്തെ ഒരു വോട്ട്, ക്രൈസ്തവ വോട്ട് വളരെ നിർണായകമാണ്. പല രീതിയിൽ ക്രൈസ്തവ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി പല നീക്കങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ക്രിസ്മസ് ദിനത്തിലൊക്കെ, അല്ലെങ്കിൽ ക്രിസ്മസ് നാളുകളിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് പല ഭവന സന്ദർശനമൊക്കെ ഉണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു. പക്ഷെ അതൊക്കെ വലിയ വിമർശനത്തിന് കാരണമായി. ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ ആ യോഗത്തിൽ, അതായത് ആ വിരുന്നിൽ പങ്കെടുത്തത്, പ്രത്യേകിച്ച് മണിപ്പൂർ കലാപമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വശത്ത് വേട്ടക്കാരനാകുന്നു, മറുവശത്ത് വിരുന്ന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപം നേരിട്ടില്ലേ? 2014 മുമ്പ് മണിപ്പൂരിൽ കലാപം നടന്നില്ലേ? അന്ന് മണിപ്പൂരിലെ കലാപത്തിൻ്റെ വേട്ടക്കാർ കോൺഗ്രസ് ആയിരുന്നോ? അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നോ? എങ്കിലും അങ്ങനെ പറയേണ്ടി വരുമല്ലോ. അതൊന്നുമല്ല പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം ഈ നൈസർഗികമായി, ഓർഗാനിക്കായിട്ട് ക്രൈസ്തവ സഭയ്ക്ക് ഇന്ന് രക്ഷ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ രക്ഷ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയാണ്. കാരണം എന്താണ്? ലോകം മുഴുവനും മുസ്ലിം ഫണ്ടമെൻ്റലിസമാണ്, ഭീകരതയാണ്. ലോകത്തെ ക്രൈസ്തവ രാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തെ ക്രൈസ്തവർ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൽ വല്ലാതെ ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ആ ലോകത്തെ ക്രൈസ്തവരുടെ ആ ഒരു ഭീതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, ഏതെങ്കിലും ഒരു ഭരണകൂടം അതിശക്തമായ രീതിയിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ ഭരണകൂടമാണ് ഇന്ത്യയിലെ ഭരണകൂടം. അത് ലോകത്തിന് മുഴുവനും വഴികാട്ടിയ, ലോകം മുഴുവനും ഇന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, മുസ്ലിം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത്
നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം, ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രൈസ്തവർ മാത്രമല്ല മുസ്ലിം വിഭാഗവും ന്യൂനപക്ഷമാണ്. ഒരു രാജ്യത്തെ ഭരണകൂടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പരിരക്ഷ നൽകേണ്ടവരാണ്, ഒരുപോലെ പരിഗണിക്കേണ്ടവരാണ്. പക്ഷെ അവിടെ അതായത് ക്രൈസ്തവ വിഭാഗത്തോട് മാത്രം ഒരു പ്രത്യേക താല്പര്യം. എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തെ ഇതേ രീതിയിൽ പരിഗണിക്കാത്തത്? നിങ്ങൾ ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. ഭാരതീയ സമീപകാലത്ത് അത്തരം ഒരു ചർച്ചകൾ, അതായത് ക്രൈസ്തവ വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ തലാഖിന്റെ നിയമം BJP കൊണ്ടുവരാൻ പാടില്ലല്ലോ. BJP ട്രിപ്പിൾ തലാഖിന്റെ നിയമം കൊണ്ടുവന്നില്ലേ? ആ നിയമം BJP കൊണ്ടുവന്നതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ, ഞാൻ അതുകൊണ്ടാണ് സ്ത്രീകൾ BJPയോടൊപ്പമാണ്. അതുകൊണ്ടാണ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJP മുന്നോട്ട് വരുന്നത്. പക്ഷെ ചോദ്യം മുഴുവനും ഇന്ന് ക്രൈസ്തവ സഭയുടെ വിഷയമായിരുന്നു. കാരണം ഡിസംബർ 25 എന്ന് പറയുന്നത് ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം മുഴുവനും നേരിടുന്ന ഒരു ഭീഷണിയെ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ സർക്കാർ ലോകത്തിന് വഴികാട്ടിയാവുന്നു മുസ്ലിം ഭീകരതയ്ക്കെതിരെ. ഒരു കാര്യം ഞാൻ പറയാം, ആ ഭീകരതയെ എതിർക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ടാണ് പലരും ഹമാസിനൊപ്പം പോയപ്പോൾ ഹമാസിനെ എതിർക്കാൻ BJP ഗവൺമെൻറ് അഥവാ നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറായത്. ഹമാസിനെ എതിർക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അമേരിക്കയെ നോക്കാറില്ല, റഷ്യയെ നോക്കാറില്ല, ചൈനയെ നോക്കാറില്ല. ആര് രംഗത്ത് വന്നാലും ശരി, ഭീകരതയെ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ട് ആ ഭീകരതയെ എതിർക്കുന്നത് കൊണ്ട് ഇന്ന് ലോകം നേരിടുന്ന ഭീകരത മുസ്ലിം ഭീകരത ആയതുകൊണ്ട് നൈസർഗികമായി കേരളത്തിലെ, ഞാനൊരു വാക്കും കൂടി പറഞ്ഞു നിർത്താം, കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് നൈസർഗികമായി ഓർഗാനിക്കായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്നത്, ഒരുമിച്ച് പോകാൻ പറ്റുന്നത് BJPയോടൊപ്പമാണ്. ഞാൻ ചോദിക്കട്ടെ, 1957 വിമോചന സമര കാലഘട്ടത്തിൽ 1,50,000 ക്രൈസ്തവരെയാണ് അറസ്റ്റ് ചെയ്തത്, 40,000 സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തത്. ഗർഭിണിയായ സ്ത്രീകളെ വെടിവെച്ച് കൊന്നത് ഗർഭിണിയായ സ്ത്രീയല്ലേ? അതുമാത്രമല്ല, എത്ര പള്ളി, വാസ്തവത്തിൽ നിങ്ങൾ നേരെ പോകേണ്ടത് ഒല്ലൂർ പള്ളിയിലേക്കാണ്. ഒല്ലൂർ പള്ളിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവരുടെ ചുമര് മുഴുവനും വെടിയൊച്ചയിൽ ആ ചുമര് മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. അവർ എത്ര വെടിയുണ്ടയാണ് ആ ചുമരിൽ തറച്ചത് നിങ്ങൾ അന്വേഷിക്കണം. അതുപോലെ നികൃഷ്ട ജീവി അടക്കം, ഇന്നത്തെ സജി ചെറിയാൻ്റെ പരാമർശമടക്കം ഈ സമൂഹത്തെ, ക്രൈസ്തവ സഭയെ വല്ലാതെ നികൃഷ്ടമായി പെരുമാറുക, അവരോട്, ക്രൈസ്തവ സഭയോട്, എന്നിട്ട് അവരുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വരിക. അതുകൊണ്ട് ഇരു മുന്നണികളും ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കാക്കുക. ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കാക്കുകയല്ല, ന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്തുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. വലിയ